നമസ്കാരം. ഒട്ടേറെ വാർത്തകൾ സംഭവിച്ച ഒരു വാർത്താ സായാഹ്നത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഈ വാർത്താ സായാഹ്നത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ നമ്മൾ സമഗ്രമായി പരിശോധിക്കുന്നു. വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം, സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. നന്ദാവനം AR ക്യാമ്പിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുകയാണ്. കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. റിനു ശ്രീധർ, സുജിത് സുരേന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്നു. യൂട്യൂബ് ചാനലിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ, കൂടാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു പോലീസിന്റെ നടപടി? അനുജ, ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നുള്ള വിവരമാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് ഭാര്യയോടൊപ്പം ഈ AR ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്ററോഗേഷൻ തുടരുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസിൽ 4ാം പ്രതിയായി സന്ദീപ് വാര്യറെയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ 5ാം പ്രതിയായും പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1ാം പ്രതി രഞ്ജിത പുളിക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഈ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൈബർ പോലീസ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ പുറത്തേക്ക് വന്നത്, നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടിക്കലൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ ദീപ രാഹുൽ പറയുന്നത് ഒരു തരത്തിലും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് നിലവിൽ രാഹുൽ ഈശ്വറിന് എതിരെ ചുമത്തിയിട്ടുള്ളത് എന്നും ഭാര്യ ദീപ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് AR ക്യാമ്പിൽ. ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് നിലവിൽ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ജാമ്യം എടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയതായും ദീപ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ സൈബർ DCPയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മാധ്യമങ്ങളിലടക്കമെത്തി രാഹുൽ ഈശ്വർ പെൺകുട്ടി ഇരയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇരയുടെ ജോലി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണവും ആക്ഷേപവും. അതിനെ തുടർന്നാണ് നിലവിൽ സ്വമേധയാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനുജ, സുജിത് സുരേന്ദ്രൻ കൂടിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജിത്, ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയൊക്കെ പിടിച്ചെടുക്കും, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാകും ചുമത്തുക എന്നൊക്കെ ആ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ റിനു ശ്രീധർ വിശദീകരിച്ചത്. കഴിഞ്ഞ എത്ര സമയമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്? AR ക്യാമ്പിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണല്ലോ നടക്കുന്നത്. എങ്ങനെയാണ് നടപടിക്രമങ്ങളെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? അനുജ, രാഹുൽ ഈശ്വർ ഭാര്യ ദീപ രാഹുലിനൊപ്പമാണ് AR ക്യാമ്പിലേക്ക് എത്തിയത്. ആദ്യം പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അങ്ങനെയാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇവർ വരുന്ന മാർഗമധ്യയാണ് AR ക്യാമ്പിലേക്ക് എത്താൻ പോലീസ് അറിയിച്ചത്. അങ്ങനെ അതനുസരിച്ചാണ് ഇവിടേക്ക് AR ക്യാമ്പിലേക്ക് എത്തിയത്. അതിനുശേഷം FIR രേഖപ്പെടുത്തി FIR ഇവർക്ക് വായിക്കാൻ നൽകി എന്നുള്ളതാണ് ദീപ രാഹുൽ പറയുന്നത്. അതിൽ കൃത്യമായി 5 പ്രതികളാണ് ഉള്ളത്. പ്രധാനമായും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 5 പ്രതികൾ, ദീപ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളായി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ നടത്തിയ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരക്കെതിരെയുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സൈബർ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ പലതും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ദീപ രാഹുൽ പറയുന്നത് യാതൊരു തരത്തിലും രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ യാതൊരു തരത്തിലുള്ള ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല. ഫോട്ടോയോ പേരോ ഒന്നും തന്നെ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സൈബർ പോലീസ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പരാമർശങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചില കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിങ്ങിലൊക്കെ ഉൾപ്പെടെ ഉള്ള ചില ആളുകളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു സൈബർ പോലീസ് നടത്തി വന്നിരുന്നത്. അതിന്റെ
അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിനെതിരെ സൈബർ പോലീസിന് ലഭിച്ച ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ആക്ഷേപിക്കുന്നു, വലിയ രീതിയിൽ അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇര പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടി അതിജീവിത കൃത്യമായ അതിനുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പരാതിക്കൊപ്പം. ആ പരാതിക്കൊപ്പം നൽകിയിട്ടുള്ള ആ തെളിവുകളും ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന പെൺകുട്ടി നൽകിയിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ടോ. ആ കൃത്യമായ ഭാഗങ്ങൾ പെൺകുട്ടി അടയാളപ്പെടുത്തി തന്നെയാണ് നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തൻ്റെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാഹുൽ ഈശ്വറിനൊപ്പമുള്ള മറ്റു ചില ആളുകൾ, പ്രധാനമായും ഈ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇരയുടെ കൃത്യമായ വിശദാംശങ്ങൾ, രേഖകൾ, അവരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഐഡന്റിറ്റി വെളിപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഈശ്വറിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലായിരിക്കും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത എന്നാണ് നമുക്കിപ്പോൾ എയർ ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, അതാണ് 1 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ചോദ്യം ചെയ്യൽ. സൈബർ സെൽ ACP ആണ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നത്. ഭാര്യയ്ക്കൊപ്പമാണ് രാഹുൽ ഈശ്വർ അങ്ങോട്ടേക്ക് എത്തിയത്. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്കൊന്നും രാഹുൽ ഈശ്വർ ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെ ഒരു പ്രതികരണം ദീപ രാഹുൽ ഈശ്വർ അല്പസമയം മുൻപ് 24-ന് നൽകി. ആ പ്രതികരണം കേൾക്കാം. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ 24-നൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഒരു ഇന്റർവ്യൂഷനുള്ള ഒരു കാരണം? എന്താണ് അവര് പറയണത്? പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും റിവീൽ ചെയ്ത പോസ്റ്റ് രാഹുൽ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്ത് ചർച്ചയിലാണെങ്കിലും എല്ലായിടത്തും പെൺകുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു മെയിൻ വകുപ്പായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. ഫോട്ടോ ഒന്നും എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു പോസ്റ്റിലും ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം എന്തോ ഒരു AI വീഡിയോ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലാണ്ട് വേറെ എങ്ങും അത് വെളിപ്പെടുത്തി. അത് 100% ഷുവറാണ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പോലീസ് വീട്ടിൽ വന്ന് കൊണ്ടുവരികയായിരുന്നു. അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ട് ട്രിവാൻഡ്രം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി തന്നെ വന്നാൽ മതി, അവർ കൂടെ വരാം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വഴിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അവർ മാറ്റിയിട്ട് പറഞ്ഞു നമ്മൾ AR ക്യാമ്പിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ AR ക്യാമ്പിൽ കൊണ്ടുവന്ന് അവിടെയാണ് ഇപ്പം ക്വസ്റ്റനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുമോ? ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് വന്നത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ മക്കളും ഉള്ളതുകൊണ്ട് ഞാനിങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തോ? FIR ഉണ്ട്. FIR ഞങ്ങൾ കണ്ടു. FIR ഒരാഴ്ചയുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ദീപ രാഹുൽ ഈശ്വറാണ് 24-നോട് സംസാരിച്ചത്. റിനുവാണ് ദീപയോട് സംസാരിച്ചത്. റിനു, എന്തൊക്കെയാണ് ദീപ ചൂണ്ടിക്കാട്ടിയ വിശദാംശങ്ങൾ? വീട്ടിലെത്തി വളരെ മാന്യമായി പെരുമാറുകയും സ്വന്തം വാഹനത്തിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ അനുമതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ എത്തി രജിസ്റ്റർ ചെയ്ത FIR രണ്ടുപേർക്കും കാണാൻ നൽകി. അത് രാഹുൽ ഈശ്വർ പരിശോധിക്കുകയും ചെയ്തു. നോൺ ബെയിലബിൾ അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ അതിനുശേഷം കുറച്ച് സമയം രാഹുൽ ഈശ്വറുമായി സംസാരിച്ചതിന് ശേഷമാണ് ദീപ രാഹുൽ പുറത്തേക്ക് വരുന്നതും നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. നിലവിൽ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പിച്ചു പറയുന്നത് ദീപ രാഹുൽ. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്ന് തനിക്ക് അറിയില്ല. എന്തായാലും ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഉൾപ്പെടെ കാണുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ദീപ നമ്മളോട് സംസാരിച്ചത്. അനുജ, അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. ഭാര്യയ്ക്കൊപ്പമാണ് നന്ദാവനം AR ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വർ എത്തിയത്. പോലീസ് വീട്ടിലെത്തി ഹാജരാകണമെന്നാവശ്യപ്പെടുകയായിരുന്നു. FIR കണ്ടിട്ടുണ്ട് എന്നതാണ് ദീപ രാഹുൽ ഈശ്വർ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്കൊന്നും പറഞ്ഞിട്ടില്ല, ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. നേരത്തെ അതിജീവിത പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിരൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയുള്ള പരാതിയാണ് യുവതി സമർപ്പിച്ചത്. അതിൽ 5-ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 4-ാം പ്രതിയാണ്. സന്ദീപ് വാര്യരുടെ പ്രതികരണം:
ഞാൻ എവിടെയും പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തുകയോ അവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പരാമർശം പോലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് പങ്കെടുത്ത ഒരു വിവാഹത്തിന്റെ ചടങ്ങിന്റെ ഫോട്ടോ ഞാൻ അന്നത്തെ ദിവസം, അതായത് ആ ഒരു വർഷക്കാലം മുമ്പ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് മറ്റു ചില ആളുകൾ ദുരുപയോഗിച്ചതായിട്ട് ചില മാധ്യമപ്രവർത്തകർ എന്നെ ശ്രദ്ധപ്പെടുത്തി. ആ നിമിഷം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനപ്പുറം ഞാൻ എവിടെയാണ് ഈ പറയുന്ന പരാതിക്കാരിയുടെ പേര് ഞാൻ എവിടെയാണ് റിവീൽ ചെയ്തിട്ടുള്ളത്? വാസ്തവത്തിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് പരസ്യമായി നിന്ന് ആ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ എന്റെ കൈവശമുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്റെ കൈവശമുണ്ട്. അപ്പൊ സർക്കാർ വാസ്തവത്തിൽ കേസെടുക്കുന്നത് ഡിവൈഎഫ്ഐക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇരയുടെ പേര് പുറത്തു വരരുത് എന്ന ഉദ്ദേശത്തോടുകൂടി അത് ഡിലീറ്റ് ചെയ്ത എന്നെ ഇതിൽ പ്രതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതെല്ലാം നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ട് നേരിടും. അതിജീവിതയുടെ വിവരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ 24-നോട് പറഞ്ഞത്. ഒരു വർഷം മുൻപ് പങ്കെടുത്ത വിവാഹത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അന്ന് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത് പലരും ദുരുപയോഗം ചെയ്യുന്നു. അത് ശ്രദ്ധയിൽപ്പെടുത്തിയ സമയം തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതാണ്, പണ്ടിട്ടതാണെങ്കിലും എന്നതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ ഈ കേസിനെ നേരിടും. 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. കേസിനെ നേരിടുമെന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ 24-നോടുള്ള പ്രതികരണം. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടന്നത് അശാസ്ത്രീയ ഗർഭഛിദ്രം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണ് രാഹുൽ എത്തിച്ചു നൽകിയതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല. ബുധനാഴ്ച മുൻകൂർ ജാമ്യം പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിലപാട്. തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ADGP H. വെങ്കടേഷ് നിർദ്ദേശം നൽകി. ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ അറിയാവുന്ന ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നുവെന്ന സംശയത്തിൽ അവിടെയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. 4 മണിക്കൂറാണ് ഫ്ളാറ്റിൽ മാത്രം അന്വേഷണ സംഘം ചെലവിട്ടത്. ഫ്ളാറ്റിലെ CCTV DVRന് ബാക്കപ്പ് കുറവായതിനാൽ യുവതിയെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. നാളെയും പരിശോധന തുടരും. MLA ഓഫീസിലെത്തിയും അന്വേഷണ സംഘം പരിശോധന നടത്തി. പരാതി നൽകിയ യുവതി അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് വിധേയയായെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവതി ചികിത്സ തേടിയ വിവരം ഡോക്ടേഴ്സിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും ശരിവച്ചിട്ടുണ്ട്. യുവതിക്ക് നൽകിയത് 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണിതെന്നും കണ്ടെത്തി. ശബ്ദരേഖ യുവതിയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദപരിശോധന നടത്തും. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുതെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരനും പ്രതികരിച്ചു. രാഹുലിനെതിരായ കേസ് തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സമീപനത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ലെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. ഞാൻ പറഞ്ഞില്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും പരാതി പോലും ലഭിക്കും മുമ്പ് നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതൊന്നും തെരഞ്ഞെടുപ്പ് വിഷയമല്ലല്ലോ. പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി വിഷയം. രാഹുലിനെ ഇനി ഒരു കോൺഗ്രസ് പരിപാടിയിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഉദിച്ചുയരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചുയരും, അല്ലാത്തത് അസ്തമിക്കും. സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എന്നാൽ ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും വികസനമായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംവദിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24ന്റെ വെളിപ്പെടുത്തലിൽ വിശദവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ. ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്ന് NBF വ്യക്തമാക്കി. അതിനിടെ തിരിമറിയെക്കുറിച്ച് ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച ഫോറൻസിക് ഓഡിറ്റിംഗ് തുടരുകയാണ്. ഡൽഹിയിലെ റിപ്പബ്ലിക് TV ആസ്ഥാനത്ത് NBF പ്രസിഡന്റ് അർണബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി.
ഇക്കാര്യത്തിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം നടത്താൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് NBF ആവശ്യപ്പെട്ടു. ടെലിവിഷൻ മേഖലയെ തകർക്കുന്ന നടപടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മലയാളം വാർത്താ ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും കോടികൾ കൈമാറിയത് ക്രിപ്റ്റോ കറൻസി വഴിയെന്നും 24 നടത്തിയ ഓപ്പറേഷൻ സത്യയിൽ പുറത്തുവന്നതാണെന്നും NBF ചൂണ്ടിക്കാട്ടി. NBF സ്ഥാപക ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായരും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ 24 വാർത്ത രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. કેરળમાં TRP ને નામે દર્શકોની આંખોમાં ધૂળ ઝોકવાની ઘટના સામે આવી છે. अब तक पहुंचा रहे केरल में बैक TRP के खेल का महाघोटाला इस वक्त सामने आया है. टेलीविजन റേറ്റിംഗിൽ തിരിമറി എന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ ബാർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഫോറൻസിക് ഓഡിറ്റിംഗിനായി സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായാണ് ബാർക്കിന്റെ പ്രഖ്യാപനം. 24 ഡൽഹി. മുനമ്പം ഭൂസംരക്ഷണ സമിതി പിളർന്നു. ഔദ്യോഗിക വിഭാഗം സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ സമരം തുടരാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. BJP അനുകൂലികളാണ് സമരം തുടരുന്നതെന്ന് ഭൂസംരക്ഷണ സമിതി കൺവീനർ ജോസഫ് ബെന്നി ആരോപിച്ചു. 414 ദിവസം ഒറ്റക്കെട്ടായി നിന്ന മുനമ്പം നിവാസികളുടെ സമരം അവസാനിച്ചു. അതേസമയം മറ്റൊരു വിഭാഗം പള്ളിക്ക് പുറത്ത് പുതിയ സമരപ്പന്തലുയർത്തി. ബദൽ സമരം BJP സ്പോൺസേർഡ് പരിപാടിയെന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആരോപണം. അതിൻ്റെ അകത്ത് ഇവിടത്തെ ഉള്ള 610 കുടുംബങ്ങളുണ്ട്. അതിൽ BJP മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ എല്ലാമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. എന്നാൽ സമരം നടത്തുന്നവർ ആരോപണം തള്ളി. അപ്പോൾ ഒരു കൂടിയാലോചന ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രിമാരായ K. രാജൻ, P. രാജീവ് എന്നിവർ നേരിട്ടെത്തി നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. മുനമ്പത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ആരും ഉപയോഗിക്കരുതെന്ന് സമരവേദിയിലെത്തിയ ഇരുമന്ത്രിമാരും പ്രതികരിച്ചു. മുനമ്പത്തെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ തുലാസിലെ ഒരു കട്ടയാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ആരും തയ്യാറാകരുത് എന്ന വിനീതമായ അഭിപ്രായമേ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം, രാഷ്ട്രീയ താല്പര്യം വെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നില്ല. മുനമ്പം ഭൂമി തർക്കത്തിന്റെ നിയമവ്യവഹാരങ്ങൾ വഖഫ് ട്രൈബ്യൂണലിന്റെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിലാണ്. അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ കരമടക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. പള്ളിമുറ്റത്ത് നിന്ന് ആരംഭിച്ച് ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച മുനമ്പം ഭൂസമരം പള്ളിക്ക് പുറത്തേക്ക് പോകുകയാണ്. പുതിയ സമരത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. മുനമ്പത്ത് നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. ഇന്ന് വൈകിട്ട് 5 മണിവരെ 44,000 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നലെയും 77,000-ൽ താഴെയായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ എത്തിയില്ല. സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി നിജപ്പെടുത്തിയതും തിരക്ക് കുറച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.